എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു പുതിയ ഡീലറിനെ പരിചയപ്പെടുത്താൻ പോവാണ്. അതായത് വാഹനങ്ങൾ, ടൊയോട്ട, ഫോർച്യൂണർ അടക്കമുള്ള പ്രീമിയം വെഹിക്കിൾസ് ഒക്കെയുള്ള വാഹനങ്ങൾ ഡീൽ ചെയ്യുന്ന ഡീലർമാരെയാണ് ഞാൻ ഇത് പരിചയപ്പെടുത്താൻ പോകുന്നത്. പുതിയൊരു ടീമിനെ. ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലാണ്. എന്തായാലും നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ചോദിച്ചറിയാൻ സ്വാഗതം ചെയ്യാം. എന്താ പേരെന്താ? റാഷിദ്, സ്വാഗതം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. വീഡിയോസൊക്കെ മുന്നേ കണ്ടിട്ടുണ്ടോ? അപ്പോൾ വേറെ ഡീലർമാരൊക്കെ കണ്ടിട്ടല്ലോ, പ്രൈസ് കാര്യങ്ങളൊക്കെ എല്ലാം അറിയാലോ, കമൻസ് വരുന്നതൊക്കെ അറിയാലോ. ഓക്കെ, അപ്പോൾ പ്രേക്ഷകർക്ക് പക്ഷേ ഏറ്റവും വേണ്ടത് വണ്ടിയുടെ ക്വാളിറ്റി, വിലപ്പാകം, ആ ഒരു രണ്ട് കാര്യമാണ് എല്ലാവരും നോക്കുക. വിലപ്പാകം മാത്രം കിട്ടിയിട്ട് കാര്യമില്ല, അത് കൊണ്ടുപോയിട്ട് പിന്നെ വഴിതകളൊക്കെ കടന്നിട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല. വിലപ്പാകം കിട്ടി ഉറപ്പ് തരാൻ പറ്റും, ക്വാളിറ്റി ഉറപ്പ് തരാൻ പറ്റും. വിലപ്പാകം എന്താ വണ്ടികൾ രണ്ടും ഞങ്ങൾക്ക് ഉറപ്പ് തരാം. വില കേട്ടിട്ട് അവർ തന്നെ തീരുമാനിക്കട്ടെ. അതെ, അത്രേ ഉള്ളൂ. വിലപ്പാകം ഒന്നും എടുത്ത് പറയുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് തീരുമാനിക്കാം. ക്വാളിറ്റി എന്തായാലും അവർ ഉറപ്പ് തരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ എത്ര പേരെ ഈ ബിസിനസ് ഒറ്റക്കാണോ? അല്ല, ഞങ്ങൾ രണ്ടുപേരുണ്ട്. ഓക്കെ, അപ്പോൾ രണ്ടുപേര് ചേർന്ന് നടത്തുന്നതാണ്. വീട്ടിൽ നിന്നാണ് കേട്ടോ. ഇത് കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണ് വരുന്നത്? ഇത് എടവണ്ണപ്പാറ, അരീക്കോട്, മലപ്പുറം ജില്ല. അതിന്റെ ഏകദേശം സെൻട്രായുള്ള ഒരു സ്ഥലത്തിന്റെ പേര് എടശ്ശേരിക്കടവ്. ഓക്കെ, നിങ്ങൾ എങ്ങനെ ഈ വണ്ടികൾ എടുക്കുന്നത്? എവിടുന്ന പ്രോപ്പറായിട്ട്? കൂടുതലായിട്ട് എടുക്കുന്നത് ബോംബെയിൽ നിന്നാണ്. MH വണ്ടികളാണ് കൂടുതൽ വരുന്നത്. MH ആണ്, അതായത് പ്രീമിയം വണ്ടികളൊക്കെ ബോംബെയിൽ നിന്നാണ് എടുക്കാറ്. മറ്റത് പിന്നെ ഇങ്ങനത്തെ വണ്ടികളൊക്കെ അധികം വെസ്റ്റ് ബംഗാൾ പിന്നെ ഇവിടുന്ന് നാട്ടിൽ നിന്ന് എടുക്കും എല്ലാ വണ്ടിയും. പണ്ട് നമ്മുടെ വീഡിയോയിൽ ഒരാൾ കമന്റ് ചെയ്ത് വെച്ചിരുന്നു, നിങ്ങൾ ഈ ഡൽഹി, ബോംബെ ഒക്കെ കാണിക്കുന്നുണ്ട്, വെസ്റ്റ് ബംഗാൾ എന്താ കാണിക്കാത്തത്? ഇപ്പൊ എന്താ വെസ്റ്റ് ബംഗാൾ ടീമിനെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. വെസ്റ്റ് ബംഗാൾ ഒരുപാട് വണ്ടി വരുന്നുണ്ട്. ഇത് ഒറീസ ആയിരുന്നു, ഈ വണ്ടി ഒറീസ ആയിരുന്നു. വെസ്റ്റ് ബംഗാളിൽ നിന്ന് എടുത്തതാണ്. ഒറീസ വണ്ടിയായിരുന്നു. വെസ്റ്റ് ബംഗാളിലൊന്നും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? തുരുമ്പെടുക്കുന്ന പ്രശ്നങ്ങളോ കടലിലെ തീരത്തുള്ള വണ്ടികളോ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ലല്ലോ? ഓക്കെ, എടുക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാ കമ്പനി സർവീസും അങ്ങനെ എല്ലാം ഉള്ള വണ്ടികളാണോ നോക്കി? അതെ, കമ്പനി സർവീസ്. ഇത് രണ്ട് വണ്ടിയും കമ്പനി സർവീസാണ്, പ്രോപ്പർ സർവീസ്. ഇതൊക്കെ എല്ലാ 10,000 കിലോമീറ്ററിലും സർവീസ് കയറിയിട്ടുണ്ട്. അങ്ങനെ ഹിസ്റ്ററി ഇല്ലാത്ത വണ്ടികൾ എടുക്കാറുണ്ടോ? ഹിസ്റ്ററി ഇല്ലാത്ത വണ്ടികൾ എടുക്കാറുണ്ട്. മെക്കാനിക്കൊക്കെ നോക്കി ടൈറ്റ് ആണെങ്കിൽ എടുക്കും. അതേപോലെ വലിയ ആക്സിഡന്റ് മേജർ ആയിട്ടുള്ള ഒന്നും ഇല്ലെങ്കിലൊക്കെ എടുക്കൂല. കാരണം ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടികളാണെന്ന് തോന്നി കഴിഞ്ഞാൽ ഞങ്ങൾ എടുക്കും. കുറച്ച് ഉപയോഗിച്ചിട്ടൊക്കെ കൊടുക്കില്ല, പെട്ടെന്ന് അങ്ങനെ എടുത്ത് അപ്പം തന്നെ കൊടുക്കാറൊന്നുമില്ല. ഇവിടുന്ന് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ചെക്ക് ചെയ്യാനോ അങ്ങനത്തെ എന്തെങ്കിലും? ചെക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഒക്കെ നമ്മൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. ആണെങ്കിൽ അടുത്തൊക്കെ വർക്ക്ഷോപ്പ് ഉണ്ട്, അവിടേക്ക് പോവാം. വർക്ക്ഷോപ്പ് ഉണ്ടല്ലോ. ഓക്കെ, ഇതിന്റെ ഓതറൈസ്ഡ് ഒക്കെ വരുന്നത് പിന്നെ കുറച്ച് ദൂരം തോന്നുന്നില്ല ഇവിടുന്ന് പിന്നെ കോഴിക്കോട് ഉണ്ട്. കോഴിക്കോട് 22-23 കിലോമീറ്റർ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഓക്കെ, മലപ്പുറം ജില്ലയുടെ ബോർഡറാണ്. ഇവിടുന്ന് അങ്ങോട്ട് കോഴിക്കോടാണ്. ജസ്റ്റ് ബോർഡറാ. ഓക്കെ, അപ്പോൾ ലോണും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും? ലോൺ ഞങ്ങൾ ചെയ്യുന്നില്ല. വേണമെങ്കിൽ ലോൺ കയറുന്ന ഒരു സമയം വരെ വേണമെങ്കിൽ നിന്ന് കൊടുക്കാം, ഹോൾഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിന്റെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ അവർക്ക് അവർ നോക്കാം, ഇത് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്തായാലും ക്വാളിറ്റിയും വിലയും അത് നമുക്ക് ഇനി കണ്ടുപോകാം. ക്വാളിറ്റി ഞങ്ങൾക്ക് ഉറപ്പ് തരാൻ പറ്റും, അഷ്വർ ചെയ്യാൻ പറ്റും. വില എന്ന് പറഞ്ഞാൽ പിന്നെ വണ്ടിയുടെ ക്വാളിറ്റിക്ക് അനുസരിച്ചുള്ള ഒരു വിലയിൽ നോക്കുമ്പോൾ എന്നാലും കുറവായിരിക്കും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഓക്കെ, എന്തായാലും നമ്മൾ ഇത്രയും വീഡിയോ കാണുന്നല്ലോ, നമുക്കൊന്ന് കണ്ടുപോകാം. ഓക്കെ, എന്തായാലും വീഡിയോയിലോട്ട് പോവാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ കമൻസിൽ രേഖപ്പെടുത്താനും വിട്ടുപോകരുത്. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. ആദ്യം നമുക്കൊരു പ്രീമിയം സെഗ്മെൻറ്റിൽ തുടങ്ങാം. മെഴ്സിഡസ് ബെൻസിൻ്റെ C220D ആണ്. നല്ലൊരു അടിപൊളി കളർ, ഒരു വെറൈറ്റി കളറാണ്, നല്ല ഷൈനിങ്ങിൽ നിൽക്കുന്നുണ്ട്. DN എവിടെയാണ് വരുന്നത്? DN മുംബൈയിലാണ്. അവിടുത്തെ പോലത്തെ സ്ഥലം, കേന്ദ്രഭരണ. ഒരു കോഴിയുടെ ശബ്ദമുണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല, ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും, സോറി. ഓക്കെ, മുംബൈയിലുള്ള സ്ഥലമാണ് അത്, കേന്ദ്രഭരണ പ്രദേശം തന്നെയാണ് അവിടുത്തെ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽ? ഇത് 2014 മാനുഫാക്ചേർഡ്, 2015 രജിസ്ട്രേഷൻ. അതായത് 2014 ഡിസംബറാണ്. 2015 ഡിസംബറുമാണ് രജിസ്ട്രേഷൻ വരുന്നത്. അപ്പോൾ 2030 ഡിസംബർ വരെ പേപ്പർ വരേണ്ട വണ്ടിയാണ്. പക്ഷേ ഇനിയിപ്പോൾ ഇങ്ങോട്ടേക്ക് മാറാണ് നിങ്ങൾ. എന്തായാലും അത്രയും വർഷത്തെ ബാക്കി ടാക്സ് അടക്കണം അല്ലേ? 2014 രജിസ്ട്രേഷൻ വരാത്തതിന് കാരണം ഇത് ഒരു വർഷം ഏകദേശം ഇത് കസ്റ്റമൈഡ് ആയതുകൊണ്ട് ഈ കളർ കിട്ടാൻ വേണ്ടിയിട്ട് കസ്റ്റമർ വെയിറ്റ് ചെയ്തതാണ്. അത് ശരി. ഈ കളർ പെയിന്റ് ചെയ്ത് കമ്പനിയിൽ നിന്ന് പെയിന്റ് ചെയ്ത് ഒരു വേറെ ഈ കളറിൽ വേറെ വണ്ടി ഉണ്ടാകാൻ ചാൻസ് കുറവാണ്. ഇതിൽ നമ്മൾ കണ്ടിട്ടില്ല, പുറത്ത് നമ്മൾ സെർച്ച് ചെയ്തിട്ടൊന്നും ഈ കളറിൽ വണ്ടി കണ്ടിട്ടില്ല. ഇതൊരു കസ്റ്റമൈഡ് ആണ്. ഇതുകൊണ്ടാണ് ഈ ഒരു വർഷം വെയിറ്റിംഗ് വന്നത് വണ്ടിക്ക്. പിന്നെ സർവീസുകളെല്ലാം കമ്പനി സർവീസാണ്. കിലോമീറ്റർ ആയിട്ടുണ്ട് ഇത് 67,000 കിലോമീറ്റർ. 67,000 14 മോഡൽ
15 ഡിസംബർ രജിസ്ട്രേഷൻ വരുന്ന വാഹനം, 67,000 കിലോമീറ്റർ അല്ല. അത് ഫുൾ സർവീസും പോയിട്ടുണ്ട്. ഫുൾ സർവീസും പോയിട്ടുണ്ട്. ലാസ്റ്റ് 61,000-ലാണ് സർവീസ്. 61 ഇപ്പോൾ 6,000 കിലോമീറ്റർ ആയിട്ടേ ഉള്ളൂ സർവീസ് കഴിഞ്ഞിട്ട്. ഇനി ഒരു 9,000 കിലോമീറ്റർ കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്താൽ മതി അല്ലേ അടുത്ത സർവീസ്. ഇതിപ്പോൾ ഒന്നും പെൻഡിങ് ഇല്ല, ഒന്നുമില്ല, ഒരു പെൻഡിങ്ങും ഇല്ല, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആ കമ്പനി സർവീസ് ആയതുകൊണ്ട് എല്ലാം പക്കയാണ്. പിന്നെ മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. മെയിൻ ഗ്ലാസ് മാറി, അതും കമ്പനിയിൽ നിന്ന് മാറിയതാണ്. ഹിസ്റ്ററിയിലുണ്ട് പ്രോപ്പർ. ഓക്കെ, വേറെ ഡാമേജ് ഒന്നുമില്ല? വേറെ ഡാമേജ് ഒന്നുമില്ല. ഓക്കെ, C220D ആണ്. നല്ല മൈലേജ് ആണ്. എത്ര കിട്ടും? ഒരു 18 കിട്ടും? 18 പറയാം, 22 പറയുന്നുണ്ട്. പക്ഷേ 18 എന്തായാലും പ്രതീക്ഷിക്കാം അല്ലേ. ഓക്കെ, ഗ്ലാസ് മാത്രമേ മാറിയിട്ടുള്ളൂ. ഇത് NOC എവിടെയെങ്കിലും എടുത്തിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ എങ്ങോട്ട് വേണമെങ്കിലും എടുത്ത് കൊടുക്കാം. എങ്ങോട്ട് വേണമെങ്കിൽ എടുത്ത് കൊടുക്കാം NOC അല്ലേ. ഓക്കെ ഓക്കെ. പിന്നെ മെയിൻ്റെനൻസ് കുറവാണ്. C ക്ലാസ് ആണ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ബെൻസിൽ മെയിൻ്റെനൻസ് കുറഞ്ഞൊരു വണ്ടിയാണ് C ക്ലാസ്. ഓക്കെ, പൊതുവെ കുറവാണ്, അങ്ങനെ കംപ്ലൈൻറ്റ് വരുള്ളൂ അല്ലേ. അതെ അതെ. ഓക്കെ, ഓണർഷിപ്പ് അവിടെ എത്രയായിരുന്നു? സിംഗിൾ ഓണർഷിപ്പ്. അത് സിംഗിൾ ഓണർഷിപ്പ് കൊടുക്കാവുള്ളൂ അല്ലേ. ഓക്കെ, എത്ര കൊടുക്കുക ഇത്? ഇത് നമുക്ക് ലാസ്റ്റ് 15,90 കൊടുക്കാം. ലാസ്റ്റ് റേറ്റ് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാം. പാർട്ടി വരട്ടെ. ഓക്കെ, 15,90 ചോദിക്കുന്നത്. 2014 ലാസ്റ്റ് മോഡൽ, ഡിസംബർ ലാസ്റ്റ് മോഡലാണ്. 15 ലാസ്റ്റാണ് രജിസ്ട്രേഷൻ വരുന്നത്. ഓക്കെ, 15,90 നിങ്ങൾക്ക് കൊണ്ടുപോകാം. ആ വർഷത്തിനോട് ഏകദേശം നീതി പുലർത്തിയ ഒരു വിലയാണ്. ഓക്കെ, 15,90 ഇങ്ങോട്ടേക്ക് മാറണ ഒരു 3.5 കാണേണ്ടി വരും. 3.5-4 ഉള്ളിലായിട്ട് കാണേണ്ടി വരും. 3.5-4 ഉള്ളിലായിട്ട് കാണേണ്ടി വരും ഏകദേശം. കാണേണ്ടി വരും അല്ലേ അങ്ങോട്ടേക്ക് മാറാൻ. ഇനിയിപ്പം 5 വർഷത്തെ ടാക്സ് ഇല്ലേ. NOC എവിടെ വേണമെങ്കിലും എടുത്തു കൊടുക്കാം. ഓക്കെ, ഒരു കസ്റ്റം മെയ്ഡ് കളറാണ്. ഇങ്ങനത്തെ ഒരു കളർ നിങ്ങൾ തപ്പിക്കൊണ്ട് കിടക്കുന്നുണ്ടെങ്കിൽ കണ്ണും പൂട്ടിയെടുക്കാം. അതെ. ഓക്കെ, വേറെ മെക്കാനിക്കൽ വർക്ക് അങ്ങനെ എല്ലാം ഫിറ്റ് ആണ്, എല്ലാം ഓക്കെ. ടയറും എല്ലാം ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഏകദേശം ഒരു 80% ടയർ ഉണ്ട്. 80% ടയറും ഉണ്ട് അല്ലേ. ഓക്കെ, എന്തായാലും അടുത്ത വണ്ടിയിലോട്ട് പോവാം. ഇത് മാറിക്കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് ലോണും കാര്യമൊക്കെ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഒരു ടൈം പീരീഡ് കുറേ തരും. ഓക്കെ, അടുത്ത വണ്ടിയിലോട്ട്. അടുത്തതാ ഫോർച്യൂണർ, ഒരു SUV സെഗ്മെൻ്റ് ആണ്. മാത്രമല്ല ഷേപ്പ് മാറ്റാത്ത ഒറിജിനൽ ഷേപ്പ് കിടക്കുന്ന വാഹനമാണ് അല്ലേ. KL 84 കൊണ്ടോട്ടിയിലേക്ക് രജിസ്ട്രേഷൻ ആയി കഴിഞ്ഞു. മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടിയിലേക്ക് രജിസ്ട്രേഷൻ ആയി കഴിഞ്ഞ വണ്ടി. നിങ്ങൾ ഒരു ടാക്സും ഒന്നും അടക്കാനില്ല. എങ്ങനെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽ? ഇത് 2009 മോഡലാണ്. 2009 മോഡൽ, നമ്പറായി 84ലേക്ക് നമ്പറായി. പിന്നെ 2029 ഒക്ടോബർ വരെ പേപ്പറുണ്ട്. ഓക്കെ, 4x4 മാനുവൽ 29 വരെ പേപ്പറുണ്ട്. ഡിസംബർ 1 വരെ ഇൻഷുറൻസ് ഉണ്ട്. ഡിസംബർ 1 വരെ ഈ വർഷം അല്ല. ഈ വർഷം. ഓക്കെ, ഏകദേശം 4-5 മാസം 5-6 മാസം ഇനി ഉണ്ടല്ലോ. എന്തെങ്കിലും ക്ലെയിമോ റീപ്ലേസ്മെൻറ്റോ ഉണ്ടോ? ഇതിനൊരു റീപ്ലേസ്മെൻറ്റും ഇല്ല. ഒന്നുമില്ല. ക്ലാസ് വരെ റീപ്ലേസ് ഇല്ലാത്തൊരു വണ്ടിയാണ്. ക്ലീൻ വണ്ടിയാണ് അല്ലേ. ക്ലീൻ വണ്ടിയാണ്. എല്ലാ ഒറിജിനൽ 2009 മോഡലിനെ തന്നെ നിലനിർത്തിയ വണ്ടി. എല്ലാം അങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. ചെയ്യാണ്ട് നിർത്തിയതാണ്. കാരണം ആ വൃത്തിയുണ്ട് കാര്യങ്ങൾ, എല്ലാ ഭാഗവും നീറ്റാണ്. പിന്നെ ഫേസ് ലിഫ്റ്റ് ഞങ്ങൾ ചെയ്യാൻ നിന്നിട്ടില്ല. ആരെങ്കിലും ചെയ്യാൻ വരുമ്പോൾ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യാറുമില്ല. കാരണം ഈ വണ്ടിയൊക്കെ ഇങ്ങനെ തന്നെ, ഈ വണ്ടി സ്റ്റൈലിൽ കൊണ്ടുവെക്കുന്നതാണ് നല്ലത്. അതെ, തീർച്ചയായും. ഓക്കെ, കിലോമീറ്റർ എത്രയാണ് കാണിക്കുന്നത്? 290 അതിൽ കാണിക്കുന്നത് 290 ഇതിലുള്ളത്. അല്ല, 290 വരെ കമ്പനി സർവീസ് ഉണ്ട്. കമ്പനി സർവീസ് ഉണ്ട്. 290. അവിടെ എത്ര ഓണർഷിപ്പ് ഇപ്പോൾ? ഇത് 3rd ഓണർഷിപ്പാണ്. അവിടെ 2nd ഓണർഷിപ്പ് ആയിരുന്നു. ഞങ്ങളെടുത്ത് ഞങ്ങളെ പേരിലോട്ട് ആക്കിയത്. ഓക്കെ, 3rd ഓണർഷിപ്പ്. ടോട്ടൽ 3rd ഓണർഷിപ്പിലാണുള്ളത്. 2029 വരെ ഫുൾ പേപ്പർ ഫിറ്റ് ആയിട്ടുള്ള വാഹനം, 4x4 മാനുവൽ ഫോർച്യൂണർ ഒറിജിനൽ ഷേപ്പ്. ഇത് നമുക്ക് എത്ര കൊടുക്കാം? ഇത് നമുക്ക് 7,20 കൊടുക്കാം. 7,20,000 ഫൈനലാണോ? അല്ല, ഫൈനലല്ല, എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് കൊടുക്കാം, മാറി കൊടുക്കാം. ഓക്കെ, ഫൈനൽ നമ്മൾ വാശി പിടിച്ചിട്ട് കാര്യമില്ല. കസ്റ്റമർ വരെയല്ല, ചിലപ്പോൾ ഇപ്പൊ വാശി പിടിക്കാൻ നമുക്ക് തോന്നൂല അങ്ങനെ ചില ആൾക്കാരുണ്ടൊക്കെ. തീർച്ചയായും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാം, നോക്കിയിട്ട് ചെയ്ത് കൊടുക്കാം. 2009 മോഡലാണ്. 7,20,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കേരള നമ്പർ ആയി കഴിഞ്ഞാൽ ഇനി നിങ്ങൾ ഇതിൻ്റെ മുകളിൽ ഒരു ടാക്സോ ഒന്നും അടക്കേണ്ട ആവശ്യമില്ല. പുതിയതാണ്. ഡീസൽ അടിക്കുക, ഓടിക്കുക, ഇൻഷൂർ ഉണ്ട് അല്ലേ. ഡിസംബർ വരെ ഇൻഷുറൻസ് ഉണ്ട്. ഡിസംബർ 1-ാം തീയതി വരെ ഒന്നും നോക്കാനില്ല. ഡീസൽ അടിക്കുക, ഓടിക്കുക, വണ്ടീൻ്റെ കണ്ടീഷൻ കൊണ്ടുപോയി നോക്കാം. മെക്കാനിക്കൽ ഫുൾ ഫിറ്റ് ആണ്, ഒന്നും നോക്കാനുമില്ല. ഫോർച്യൂണർ ആകുമ്പോൾ പിന്നെ കാര്യമായിട്ട് എന്താ അങ്ങനെ എന്തെങ്കിലും വരാണ്ട് കോമൺ ആയിട്ടുള്ള കംപ്ലൈന്റ് എന്തെങ്കിലും ഉണ്ടാകും മാത്രം നോക്കിയാൽ അതൊക്കെ ഉണ്ടാവും. 2009 വെച്ച് നോക്കുമ്പോൾ പക്ക ടൈറ്റാണ്, മെക്കാനിക്ക് ടൈറ്റ് തന്നെയാണല്ലേ. ഓക്കെ, ടയേഴ്സ് ഒക്കെ അത്യാവശ്യം ഉണ്ട്. 2 ടയർ നല്ല പുറകിൽ നല്ല ടയേഴ്സ് ആണോ അല്ലേ. ഓക്കെ, കുഴപ്പമില്ല, ഫ്രണ്ടും കുഴപ്പമൊന്നുമില്ല. ഒരു റീപ്ലേസ്മെൻറ്റും ഇല്ലാത്ത നല്ലൊരു വാഹനം നിങ്ങൾക്ക് ഇത് കൊണ്ടുപോകാം. 7,20 താല്പര്യമുണ്ടോ വിളിച്ചോളൂ. ഇതിൽ
ലോണ് ചാൻസ് ഇല്ല കേട്ടോ, കാരണം എന്താ വെച്ചാൽ ചാൻസ് കുറവാണ്. വർഷത്തിൻ്റെ പഴക്കം കൊണ്ട് ലോണ് കിട്ടാൻ ചാൻസ് ഇല്ല. നിങ്ങൾ റെഡി ക്യാഷ് തന്നെ എടുക്കുന്നതായിരിക്കും ബെറ്റർ. അത്രേ ഉള്ളൂ. നിങ്ങൾ ലോണിന് അപേക്ഷിച്ചിട്ട് കാര്യമില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അതൊന്ന് ചോദിച്ചു നോക്കിയുള്ളൂ. ഓക്കെ, എന്തായാലും തൽക്കാലം ഇവരുടെ അടുത്ത് ഈ 2 വണ്ടികൾ ഇപ്പം നിലവിൽ സ്റ്റോക്കുള്ളൂ. ഇനി പുറത്തുനിന്ന് ഏതാ വരാനുള്ള സി ക്ലാസ് ഉണ്ട്, 2006 മോഡൽ ഒരു സി ക്ലാസ് ഉണ്ട്. 2006 മോഡൽ അത് നമുക്ക് ചെറിയ വിലക്ക് കൊടുക്കാം. സി ഏതാ? സി 200 കംപ്രസർ ടൈപ്പ്. ഓക്കെ, പെട്രോൾ 200 കംപ്രസർ. മെയിൻ്റനൻസ് കുറഞ്ഞൊരു സെഗ്മെന്റ് ആണ്. അതെ. വളരെ ഓക്കെ. പ്രൈസ് പറയാനായിട്ടില്ല, കാരണം വർക്ക്ഷോപ്പിലാണ് ചെറിയ കഴിഞ്ഞിട്ട് പറയാൻ പറ്റൂല. ചെറിയ പ്രൈസേ ഉള്ളൂ. അല്ല, നമ്മുടെ പ്രേക്ഷകർ ഇപ്പോൾ ചോദിക്കുകയാണെങ്കിൽ വേറെ ഏതെങ്കിലും വണ്ടിക്ക് ആവശ്യപ്പെടുകയാണെങ്കിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പെട്ടെന്ന് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും തൽക്കാലം മൈൻഡപ്പ് ചെയ്യാം. ഈ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായം, ഇതിൻ്റെ വിലകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത്. അതേപോലെ ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽ നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ഒരിക്കൽ കൂടി പറഞ്ഞുതരാം, മലപ്പുറം ജില്ലയിൽ എടവണ്ണപ്പാറയാണ് ലൊക്കേഷൻ വരുന്നത്. അരീക്കോട് എടവണ്ണപ്പാറയ്ക്ക് സെൻട്രലായിട്ടല്ലേ? ഓക്കെ, എടശ്ശേരി കടവ്, അതാണ് കറക്റ്റ് ലൊക്കേഷൻ. അപ്പോൾ വിളിച്ചോളൂ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോളൂ. വേറെ വണ്ടികൾ വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ റഷീദ് ബ്രോ, താങ്ക് യു. അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി, ബൈ.